വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അദ്ദേഹത്തിന്റെ 5 വർഷത്തെ പ്രവർത്തനത്തിനെ കുറിച്ചുള്ള കണക്കുകൾ ചോദിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഫൈനൽ റൗണ്ടിലെത്തി. ഒരു 2-3 മിനിറ്റ് മാത്രമേ ഉള്ളൂ. രാജേന്ദ്ര ടിക്കിയ ഇപ്പോ ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ്. ഇതുവരെ ഇന്ത്യയുടെ രാഷ്ട്രീയം കണ്ടതുവരെ സോണിയാഗാന്ധി പ്രവർത്തിക്കുന്നത് തന്റെ മകന് വേണ്ടി മാത്രമാണ്. അതെല്ലാവർക്കും അറിയാം. ലാലു പ്രസാദ് യാദവ് ചെയ്യുന്നതൊക്കെ തന്റെ മകൻ തേജസ്വിക്ക് വേണ്ടി മാത്രമാണ്. അതുപോലെ ശരത് പവാർ, പിന്നെ മമതാ ബാനർജി, ഈ നേതാക്കന്മാരെല്ലാവരും തന്റെ കുടുംബത്തിനു വേണ്ടി, തന്റെ പിള്ളേരുടെ ഭാവിക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ഈ കഠിന അധ്വാനമുണ്ടല്ലോ, താങ്കളുടെ ശത്രുക്കൾ പോലും ഇത് കണ്ട് അത്ഭുതപ്പെടുന്നുണ്ട്. ഞങ്ങളുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, താങ്കൾക്ക് കുടുംബവുമില്ല, കുടുംബത്തിലെ അവകാശവുമില്ല. അങ്ങനെയുള്ളപ്പോൾ താങ്കൾ ആർക്കു വേണ്ടിയാണ് ഇത്രയും അധ്വാനിക്കുന്നത്? അതായത് എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും രാഷ്ട്രീയത്തിലോട്ടൊന്ന് വന്നിരിക്കണം. ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ പാർട്ടികളൊക്കെ നോക്കുവാണെങ്കിൽ ഇതിൽ നിങ്ങൾ നോക്കിയെങ്കിൽ ശരിക്കും 3 കാര്യങ്ങൾ പൊതുവേ ഇവിടെയുണ്ട്. ഈ ഇന്ത്യ അലയൻസിൽ ഇവിടെ ഇരിക്കാനായിട്ട്, ഒരുമിച്ചിരിക്കാനായിട്ടുള്ള കാരണം അതാണ്. അവരൊക്കെ മതവെറി പിടിച്ചിരിക്കുന്നവരാണ്. മതവെറിയാണ് എല്ലാവർക്കും. അതായത് ഈ കുടുംബരാഷ്ട്രം ചെയ്യുന്നവരാണ് ഇവരെല്ലാം. ഇപ്പം ഇന്ത്യയിലുള്ള എല്ലാവരുടെ മനസ്സിലും ഒരു ചോദ്യം വരുന്നുണ്ട്. ചിലരൊക്കെ വേറെ രീതിക്കാണ് ചോദിക്കുന്നത്, ഇത്രയും ശക്തി എവിടുന്നാണ് വരുന്നതെന്നുള്ളത്, എന്തിനാ ഇത്രയും പാടുപെടുന്നത്? ഏകദേശം 10 വർഷം ഇപ്പം തന്നെ ആയിക്കഴിഞ്ഞാൽ വിട്ടുകളാ. ഒരു വട്ടം ഒരു നേതാവിനെ കാണാനായിട്ട് വന്നിരുന്നു, ഒരു വലിയ നേതാവാണ്. എൻ്റെ ആദ്യത്തെ ഭരണത്തിൻ്റെ അവസാനത്തെ വർഷമാണത്. അദ്ദേഹം പറയുവാണ്, മോഡി അദ്ദേഹമേ നിങ്ങളിപ്പോൾ പ്രധാനമന്ത്രിയാ. ഇതിന് ശേഷം ഈ ലോകത്തിൽ അങ്ങനെ എന്താ ഉള്ളത്? എന്തിനാ ഇത്രത്തോളം കഷ്ടപ്പെടുന്നത്? ഇങ്ങനെ അദ്ദേഹം പറഞ്ഞത്. കാരണം ഇങ്ങനത്തെ ഒരു ചിന്താഗതിയിലാണ് ഈ നാടിൻ്റെ രാഷ്ട്രീയം വന്നിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചത് വരെ എല്ലാവരും തന്നെ പണിയെടുത്തോണ്ടിരിക്കുവാണ്, ഞാനും പണിയെടുക്കുവാണ്. എല്ലാവരും അവർക്ക് വേണ്ടതിന് വേണ്ടി കഷ്ടപ്പെടുന്നു, ഞാനും എനിക്ക് വേണ്ട കാര്യങ്ങൾക്കെല്ലാം കഷ്ടപ്പെടുന്നു. അവരവരുടെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു, ഞാനും എൻ്റെ കുടുംബങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു. അവരുടെ കുടുംബത്തിൽ ഒരു 5-6 പേരുണ്ടാവും. 5-6 പേർക്ക് മാത്രം അവർ കഷ്ടപ്പെട്ടാൽ മതിയല്ലോ. പക്ഷെ അങ്ങനെയല്ല ഇവിടെ. പക്ഷേ എൻ്റെ കുടുംബത്തിൽ 140 കോടി ആളുകളുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടതുണ്ട്. ഒരുപക്ഷെ എൻ്റെ കുടുംബത്തിൽ ഒരു 5-6 ആളുകളെ ഉണ്ടായിരുന്നെങ്കിൽ ചുമ്മാ എല്ലാവരും പോയി 1-2 വട്ടം കണ്ടിട്ട് വന്നാൽ മതിയായിരുന്നു. ഇങ്ങനെ ആവശ്യമില്ലല്ലോ ഇത്ര അലയേണ്ടതൊന്നും. പിന്നെ എന്തെങ്കിലും ചിലവ് ഇദ്ദേഹത്തിന് കൊടുത്താൽ മതി, വിട്ടേക്കും. പക്ഷേ ഞാൻ 140 കോടി ജനങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കും ഞാൻ. അതുകൊണ്ടാണ് ഞാൻ കഷ്ടപ്പെടുന്നത്. അവരുടെയൊക്കെ ജീവിതം, അവരുടെ ഓരോ കഷ്ടപ്പാട്, നിങ്ങളുടെ സ്വപ്നങ്ങളാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ ഓരോ സെക്കൻഡും നിങ്ങൾക്ക് വേണ്ടിയാണുള്ളത്. എൻ്റെ ഓരോ സെക്കൻഡും ഈ നാടിനു വേണ്ടി മാത്രം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 24/7 ഫോർ 2047. മോദി സർ, ഇത് ഇലക്ഷന്റെ സമയമായതുകൊണ്ട് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഇവരെന്തൊക്കെയാണ് പറയുന്നതെന്ന് താങ്കളെ ഇപ്പോൾ കാണിക്കാൻ പോവാണ്. ഇതാണ് എൻ്റെ അവസാന ചോദ്യം. കാണാം. चुनाव ज्यादा से ज्यादा स्टेट्स में खत्म हो गया है. पिछले 4 फेजेस के परिणाम साफ है और नरेंद्र मोदी जी चुनाव हार रहे हैं. आने वाला दिन में तो बोलना है कि मोदी बाबू का सरकार को एक्सपायरी डेट हो गया है. जो 74 की बातें करते थे, अब उन्हें सोचना पड़ेगा कि उनका खाता कहां खुलेगा. एक के अलावा मुझे नहीं लगता कोई खाता खोल पाएगी. आम आदमी पार्टी के 7 सांसद भारी बहुमत से जीत रहे हैं. हमारे जितने भी सर्वे आ रहे हैं. പക്ഷേ ഇതിലൊരു ചെറിയ പ്രോബ്ലം ഉണ്ട്. ഇത് 2019 വന്ന വീഡിയോ ആണ്. നിങ്ങൾ വളരെ നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്. 2019 വിട്ടുകളാ, 2014 എടുത്ത് നോക്കണം. ഈ ഡയലോഗ് തന്നെ വരത്തുള്ളൂ. 2019 എടുത്ത് നോക്കിയാലും ഈ ഡയലോഗ് തന്നെ വരത്തുള്ളൂ. 2024 ഈ ഡയലോഗ് തന്നെ വരത്തുള്ളൂ. ജനങ്ങളും അവരുടെ ബോധാവസ്ഥയൊക്കെ ഇങ്ങനെ തന്നെയാണ് വെച്ചിരിക്കുന്നതും. അവർ പറയുന്ന യാതൊരു വാക്കിലും ജനങ്ങളുടെ മനസ്സിൽ ഒരു മാറ്റവും വരത്തില്ല. അതുകൊണ്ട് ഒരു വെറുപ്പിൽ ഇതിനു മുമ്പ് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, മോദിയെക്കൊണ്ട് എങ്ങനെയാണ് 400 ക്രോസ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു. അതായത് EVMൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കാണുമെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾ പറയുന്ന എണ്ണം എവിടുന്നാ വന്നതെന്ന്, നിങ്ങൾ ഏത് EVM പിടിച്ചു നോക്കിയെന്നൊന്ന് പറയണമല്ലോ. അതായത് നോക്കുവാണെങ്കിൽ അവരൊക്കെ എത്ര മോശമായിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആയാൽ പോലും ശരിക്കും ഡോക്ടർ എന്തു പറയും? ഇല്ല, വിഷമിക്കേണ്ട, ഒന്നും പറ്റത്തില്ല എന്നല്ലേ. അതുപോലെ തന്നെ അവരുടെ
പാർട്ടിക്കാരെ ഒരു സ്ഥാനം പിടിച്ച് മേടിക്കാനായിട്ട് എന്തേലുമൊക്കെ ചെയ്തല്ലേ അതിനുവേണ്ടി പറ്റൂ. താങ്കൾ- ചെയ്തില്ലെങ്കിൽ തെറ്റാവൂലേ? അല്ല അത് ജൂൺ 4-ന് ശേഷം ഒരുപാട് കഷ്ടപ്പെടാൻ പോകുന്നേ ഉള്ളൂ. പാവം അതുവരെ ഒരു വിശ്വാസത്തോടെ ഇരുന്നോട്ടെന്നേ. ജൂൺ 4-നെ കുറിച്ചല്ല, താങ്കൾ പറഞ്ഞിരുന്നു 2047 വരെ മോദി വലിയ പദ്ധതികളാണ് തയ്യാറാക്കിയിരിക്കുന്നത്, അദ്ദേഹം എങ്ങും പോകില്ലെന്നാണ് ജനങ്ങൾ പറയുന്നത്. അതായത് ഇപ്പൊ കാര്യം എന്താന്ന് വെച്ചാൽ, ഇപ്പോഴും ഞാനത് മനഃപൂർവ്വമായി വിശ്വസിക്കുന്നു, ദൈവം എന്നെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി അവിടെ അയച്ചു വെച്ചിരിക്കുന്നത്. എന്തോ ഒരു കാര്യമായതുകൊണ്ടാണ് ഈശ്വരൻ എന്നെ ഈ ലോകത്തിലോട്ട് അയച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു ജീവിതശൈലി വെച്ച് നോക്കുമ്പോൾ ഇവിടെ വന്ന് നിൽക്കാനുള്ള ഒരു സ്ഥാനവും എനിക്കില്ലല്ലോ. എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് വേറെ വഴിയില്ല. ഈശ്വരനാണ് ഈ ഒരു പണിക്ക് വേണ്ടി ഈ വഴി ഉണ്ടാക്കി തന്ന് എന്നെ ഇങ്ങോട്ട് അയച്ചത്. ആ ഈശ്വരൻ തന്നെയാ എനിക്ക് വഴി കാണിച്ചു തരുന്നതും. ഏത് വഴിക്കാൻ ഞാൻ പോകേണ്ടെന്ന് അദ്ദേഹമാണ് കാണിക്കുന്നത്. കഷ്ടപ്പാട്, പരിശ്രമം, ധൈര്യം, അതിനുള്ള ഉത്സാഹം, അതെല്ലാം വെറും ഈശ്വരൻ കാരണം എനിക്ക് കിട്ടുന്നത്. അതാണ് ഞാൻ തുണയായി കരുതി പോകുന്നത്. അതെനിക്ക് മനസ്സിലാവുന്നുമുണ്ട്. 2047-നുള്ളിൽ 27-ന്റെ ടാർഗറ്റ് അതും ഈശ്വരൻ തന്നെയാണ് എൻ്റെ അടുത്ത് കൊണ്ട് തന്നിരിക്കുന്നത്. അത് നിറവേറ്റുന്നത് വരെ അദ്ദേഹം എന്നെ വിളിക്കത്തില്ല. ഇന്ന് ഈ ലോകത്ത് എനിക്ക് വേറെ ഒരു സ്ഥലവും ഇല്ല. ഇതാണ് എൻ്റെ ഏക സ്ഥലം. കാരണം ഇന്ത്യ ഈ ലോകത്തിന് വേണ്ടി തന്നെ പണിയെടുക്കേണ്ട ഒരു നാടാണ്. നിങ്ങൾ വിവേകാനന്ദനെക്കുറിച്ച് പഠിച്ചിരുന്നാൽ, അരവിന്ദനെക്കുറിച്ച് പഠിച്ചിരുന്നാൽ, ഇന്ത്യ എന്ന് പറയുന്ന വെറും നാടല്ല, ഇന്ത്യ എന്ന് പറയുന്ന വെറും ഉയർന്ന നോക്കത്തോടെ ഈ ലോകത്തിന്റെ അത്രയും നല്ലതും ഇവിടുന്നാണ് പോവേണ്ടെന്നുള്ളത് ഞാൻ പറയുന്നു. മോദി സാർ, താങ്കൾക്ക് വേണ്ടി ഒരു വ്യൂവർ 4 വരി എഴുതി അയച്ചിരിക്കുകയാണ്. അദ്ദേഹം എന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ, मैं दिया हूं, मेरी दुश्मनी तो अंधेरों से है, हवाएं खामखा मेरे खिलाफ हैं। मैं दिया हूं, मेरी दुश्मनी अंधेरों से है, हवाएं खामखा मेरे खिलाफ हैं। हवाओं से कह दो आजमा के दिखाएं, बहुत दिए बुझाए हैं, एक दिया जला के दिखाएं। ഞാൻ എൻ്റെ മനസ്സായി എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പ്രധാനമന്ത്രി മോദി പറഞ്ഞ അഭിപ്രായങ്ങളോട് ഒത്തുപോകുന്നവർ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് അദ്ദേഹത്തിനോടുള്ള സപ്പോർട്ട് ഇവിടെ കാണിക്കുക.